നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിലവിൽ ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉറപ്പാക്കിയ ഇന്ധന കരാറുമായി മുന്നോട്ടു പോകാമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുമുള്ള ഇന്ധന ഇറക്കുമതി കൂടുതൽ ശക്തമാക്കാനായി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഷെയിൽ ഗ്യാസ്, LNG, അസംസ്കൃത എണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുള്ള അമേരിക്കയിലെ വിലക്കുറവ് തന്നെയാണ് ഇന്ത്യയെ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. പ്രത്യേകിച്ച് LNGയിൽ സമീപകാലത്ത് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ നേട്ടമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇറക്കുമതി കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുമെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അഹമ്മദാബാദ് മിറർ റിപ്പോർട്ട് ചെയ്തു. US-ഉമായി സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു വ്യാപാര കരാറാണ് ഇന്ത്യ തേടുന്നതെങ്കിലും മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് അധികമായി എന്ത് ലഭിക്കുമെന്നാണ് പ്രധാനമായും ഇന്ത്യ നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വർഷം ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തോടെ ഒരു ദ്വിപക്ഷീയ വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരുന്നു. 2030ഓടെ ഇന്ത്യ US ദ്വിപക്ഷീയ വ്യാപാരം നിലവിലെ $191 ബില്യൺ നിന്ന് $500 ബില്യൺ ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാർ നടപ്പിലാക്കാൻ രണ്ട് രാഷ്ട്രങ്ങളും ഒരുങ്ങുന്നത്. 2024-2025 US $131.84 ബില്യൺ വ്യാപാരവുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ്. ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ 18% ഇന്ത്യയുടെ 6.22% US വിഹിതമാണ്. ഇത് മൊത്തം ചരക്ക് വ്യാപാരത്തിന്റെ 10.73% വരും. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ സ്റ്റീലിനും അലൂമിനിയത്തിനും മേലുള്ള താരിഫുകൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും US താരിഫ് തീരുമാനങ്ങൾക്കെതിരായ കോടതി ഉത്തരവിന്റെ താൽക്കാലിക നിർത്തിവെക്കലും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ കാരണം കരാർ സംബന്ധിച്ച കാര്യങ്ങളിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. US-ൽ നിന്നുള്ള ഷെയിൽ ഗ്യാസ്, LNG, ക്രൂഡ് ഓയിൽ എന്നിവയുടെ ഇറക്കുമതി വർദ്ധിപ്പിച്ച് വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് പ്രധാനമായും ഇതിലുള്ളത്. മെയ് മാസത്തിൽ 2,80,000 BPD ക്രൂഡ് ഓയിലായിരുന്നു ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. ലോകത്തിലെ 4ാമത്തെ വലിയ LNG ഇറക്കുമതിക്കാരായ ഇന്ത്യ അടുത്ത കാലം വരെയും ഇന്ധനത്തിനായി ഖത്തറിനെയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും മാറി US-ൽ നിന്നുള്ള LNG ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. 2024-ൽ US ഇന്ത്യയുടെ LNG ഇറക്കുമതിയുടെ 19% വിഹിതം നേടി 5 വർഷത്തിനിടെ ഇത് ഇരട്ടിയായി. നിലവിൽ ഖത്തർ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ LNG എത്തിക്കുന്നത് US-ൽ നിന്നാണ്. നേരത്തെ UAE ആയിരുന്നു പട്ടികയിൽ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ജനുവരി-മെയ് മാസങ്ങളിൽ US-ൽ നിന്നുള്ള LNG ഇറക്കുമതി മുൻ വർഷത്തെ 1.49 മില്യൺ ടണ്ണിൽ നിന്ന് 9,70,000 ടണ്ണായി ഒരു 1/3 കുറഞ്ഞതായി വോർടെക്സ് ഡാറ്റ കാണിക്കുന്നു. ഭൗമരാഷ്ട്രീയ സങ്കീർണതകളും സാമ്പത്തിക വെല്ലുവിളികളുമാണ് ഈ കുറവിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ കമ്പനികൾ US LNGയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ഇന്ത്യ LNGക്കായി അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ മറുവശത്ത് തിരിച്ചടി ഉണ്ടാവുന്നത് ഖത്തറിനാണ് എന്നതാണ് ശ്രദ്ധേയം. 2024-ൽ ഇന്ത്യയുടെ LNG ഇറക്കുമതിയിൽ 42% ഖത്തറിൽ നിന്നായിരുന്നു. 2027-28ഓടെ ആഗോള LNG വിതരണം കൂടുതൽ ശക്തമാകുന്നതോടെ വിലയിലും വലിയ ഇടിവുണ്ടായേക്കും. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ലാഭം നൽകുമെന്ന വിലയിരുത്തലുമുണ്ട്. ഈ സമയത്ത് അമേരിക്ക കൂടുതൽ വിലക്കുറവ് നൽകുകയാണെങ്കിൽ ഖത്തറിന്റെ വിഹിതത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നിലവിൽ ഡൊണാൾഡ് ട്രംപുമായി ശീതസമരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം അമേരിക്ക പുനഃപരിശോധിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടി വരും.